കാലവർഷം ഒരാഴ്ച നീണ്ടുനിന്നതോടെ കാർഷിക മേഖല കനത്ത പ്രഹരം നേരിട്ടിരിക്കുകയാണ്. കാലവർഷത്തിന് ഒപ്പമെത്തിയ കാറ്റിൽ പലയിടങ്ങളിലും വീടുകൾക്ക് കേടുപാടുകളുണ്ടായി എന്നുള്ളതിനൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് കാര്യമായ നാശനഷ്ടമാണ് നേരിട്ടിരിക്കുന്നത്. പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്ത കർഷകരാണ് പ്രധാനമായും കാലവർഷത്തിന്റെ പിടിയിൽ പെട്ടിരിക്കുന്നത്. കുറവലങ്ങാട് പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന കളത്തൂർ മേഖലയിലും ഞീടൂർ പാഴുത്തുരുത്ത് പ്രദേശങ്ങളിലും മണ്ണക്കനാട് വളകുഴി മേഖലയിലുമാണ് പ്രധാനമായും പച്ചക്കറി കൃഷി കാര്യമായ നാശനഷ്ടം നേരിട്ടിരിക്കുന്നത്. പാടത്ത് കൃഷിയിറക്കിയ കർഷകരാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. ഒരൊറ്റ മഴയിൽ തന്നെ തോട് കവിഞ്ഞ് വെള്ളം പാടം നിറച്ചതോടുകൂടി കൃഷി പൂർണ്ണമായും തന്നെ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. നിലവിൽ മരച്ചീനി കർഷകരാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. പലയിടങ്ങളിലും മരച്ചീനി വിളവെടുക്കാറായിട്ടില്ല എന്നിരിക്കെ മരച്ചീനി പൂർണ്ണമായി തന്നെ വെള്ളത്തിൽ മുങ്ങിയ കാഴ്ചകളായിരുന്നു പലയിടങ്ങളിലും കാണുവാൻ കഴിഞ്ഞത്. വെള്ളമിറങ്ങാൻ വൈകിയാൽ മരച്ചീനി പൂർണ്ണമായും ചീഞ്ഞു പോകും എന്നുള്ളതിനാൽ ഒരു തവണത്തെ കൃഷി തന്നെ പൂർണ്ണമായും ഇല്ലാതാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പറിച്ചെടുക്കാൻ പ്രായമാകാത്തതിനാൽ മഴയെ അവഗണിച്ച് വിളവെടുപ്പ് നടത്താനുള്ള സാഹചര്യവും കർഷകർക്കില്ല. പച്ചക്കറിയിൽ പ്രധാന ഇനങ്ങളായ കോവൽ, പാവൽ, പയർ തുടങ്ങിയവയും പലയിടങ്ങളിലും നാശം നേരിടുന്നത് കാണുവാൻ കഴിയാമായിരുന്നു. ഒരു വർഷക്കാലത്തോളം പ്രതീക്ഷയർപ്പിച്ച് നടത്തിയ കൃഷിയാണ് മഴയിൽ തകരുന്നത് എന്നുള്ളതാണ് കർഷകരുടെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടി ഉയർത്തുന്നത്. പലയിടങ്ങളിലും വായ്പയെടുത്ത് കൃഷി നടത്തിയ കർഷകരാണ് നന്നേ പ്രതിസന്ധിയിലായിരിക്കുന്നത്.